ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നോമ്പുകാരൻ്റെ തഖ്വയെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതാചരണം, നോമ്പ് നിശ്ചയിച്ചതിൽ, നിയമമാക്കിയതിൽ തികഞ്ഞ യുക്തിയും പൊരുളുമുണ്ട്. കേവലം വിശപ്പിക്കലോ ദാഹിപ്പിക്കലോ ഉദ്ദേശമല്ല. ഏതൊരു ഇബാദത്തിനും അതിൻ്റേതായ യുക്തികളും പൊരുളുകളുമുണ്ട്. അത് നോമ്പിലുമുണ്ട്. യുക്തികളും പൊരുളുകളുമൊക്കെ പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്താറുണ്ട്. പക്ഷേ പറയപ്പെടാതെയും യുക്തികളും പൊരുളുകളുമൊക്കെ ഇബാദത്തുകളിൽ മഹത്തുക്കൾ മനസ്സിലാക്കി അത് ഉണർത്താറുണ്ട്. ഇവിടെ നോമ്പിൽ പരമപ്രധാനമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്തിനാണ് നോമ്പ് നിയമമാക്കിയത്, നിശ്ചയിച്ചത്, നിർബന്ധിച്ചത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെക്കൊണ്ട് നോമ്പെടുപ്പിക്കുന്നു നമ്മളിൽ തഖ്വ സാക്ഷാത്കൃതമാകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പെടുക്കുമ്പോൾ ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കൃതമാകുന്നുണ്ടോ? തഖ്വ നമ്മളിൽ പോഷിക്കുന്നുണ്ടോ? നമ്മൾ യഥാവിധം തഖ്വയുള്ളവരാകുന്നുണ്ടോ? ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ചിലർ നോമ്പിൻ്റെ വിഷയത്തിൽ, കർമാനുഷ്ഠാനങ്ങളിൽ, വിശിഷ്യ നോമ്പിൻ്റെ വിധിവിലക്കുകളിൽ കണിശക്കാരാണ്, സൂക്ഷ്മാലുക്കളാണ്. അവരുടേത് പ്രോത്സാഹനീയവും ശ്ലാഘനീയവുമാണ്, അതിൽ ഇഷ്കാലമൊന്നുമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കണിശത പുലർത്താൻ, കൃത്യത പുലർത്താൻ പറഞ്ഞ വിഷയത്തിൽ പലപ്പോഴും പലരും പിന്തുന്ന, അതിൽ അലംഭാവമോ അലസതയോ വരുന്ന വിധത്തിലാണ് പല നോമ്പുകാർ. നമ്മൾ പറഞ്ഞു നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതിൽ പലരും നല്ല കണിശതയിലാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഭയങ്കര കണിശതയിലാണ് പലരും. പക്ഷേ ഈ കണിശത നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കുന്നതിൽ പല മുസ്ലിമീങ്ങൾക്കുമുണ്ടോ എന്നതാണ്, അല്ലെങ്കിൽ ഈ കണിശക്കാർക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. അതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സംസാരവും. നോമ്പ് തഖ്വ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി. തഖ്വ അതെന്തിന്? ചില നോമ്പുകാർ ദന്തശുദ്ധി വരെ വരുത്തൂല, മിസ്വാക്ക് ചെയ്യൂല. മിസ്വാക്ക് ചെയ്താൽ നോമ്പ് മുറിയുമോ എന്നുള്ള പേടിയാലാണത്. ചില ഫുഖഹാക്കൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ പകൽ അതിൻ്റെ പൂർവാഹനം പിന്നിട്ടാൽ മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും മിസ്വാക്ക് ചെയ്യുന്നത്
മക്രൂഹാണ്, വെറുക്കപ്പെട്ടതും നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ് എന്ന അഭിപ്രായം ചില ഫുഖഹാക്കൾക്കുണ്ട്. അത് പ്രകാരമാണ് ചിലരെന്ത് ചെയ്യുന്നത്, മിസ്വാക്ക് പോലും ചെയ്യാത്തത്. പക്ഷെ അതിൽ ശരിയുടെ പക്ഷം, ഞാൻ ആ മസാല വിശദീകരിക്കാനല്ല, പക്ഷെ എന്നാലും അതിൽ ശരിയുടെ പക്ഷം എന്താ? നോമ്പുകാരനായിരിക്കെ മിസ്വാക്ക് ചെയ്താൽ അത് നോമ്പിന് ഭംഗം വരുത്തുകയില്ല, നോമ്പിനെ നഷ്ടമാക്കുകയില്ല എന്നുള്ളതാണ്. അത് വെറുക്കപ്പെട്ടതുമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ മിസ്വാക്ക് ചെയ്തിട്ടുണ്ട്. ഇമാം അബൂദാവൂദും തുർമുദിയും അവരുടെ സുനനുകളിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ആമിർ ബിനു റബിയ തൻ്റെ പിതാവിനെ ഉദ്ധരിച്ച് പറയുന്ന ഒരു സംഭവം, അതിൽ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്താഖു വഹുവ സായിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കെ മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാല അഉദ്ദുഹു വല ഉഹ്സി എന്ന്, ധാരാളമായി എന്നാണ്, എനിക്ക് തിട്ടപ്പെടുത്താൻ സാധിച്ചില്ല, എണ്ണാൻ ഒത്തില്ല, അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. നോമ്പുകാരനായിരിക്കെ തന്നെ മിസ്വാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില തിരുമൊഴികൾ, അതിൽ അസ്സിവാക്കു മത്ഹറത്തുൽ ഫം വ മർദാത്തുൽ റബ്ബ്, സിവാക്ക് അത് വായക്ക് ശുദ്ധിയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് തൃപ്തിയും റബ്ബിനെ തൃപ്തിപ്പെടുത്താനുള്ള കർമ്മവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സിവാക്ക് ചെയ്യൽ. അവിടെ നോമ്പുകാരനെന്നോ നോമ്പുകാരനല്ലാത്തവനെന്നോ എന്നോ ഒന്നും പറഞ്ഞില്ല. അതേപോലെ ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ല അമർത്തുഹും ബിസിവാക്ക് ഇൻദ കുല്ലി വുദൂഇൻ, ഉമ്മത്തികൾക്ക് പ്രയാസകരമാകില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുദൂവിൻ്റെ സന്ദർഭത്തിലും ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന ഹദീസുണ്ട്. അവിടെ നോമ്പുകാരനോ അല്ലാത്തവനോ എന്ന വ്യത്യാസം പറഞ്ഞില്ല. നോമ്പിൻ്റെ പകലിൽ അതിൻ്റെ പൂർവാഹനമെന്നോ മധ്യാഹ്നമെന്നോ സായാഹ്നമെന്ന വ്യത്യാസം പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ഫുഖഹാക്കൾ നോമ്പുകാരന് മിസ്വാക്ക് ചെയ്യാം, മിസ്വാക്ക് ചെയ്യണം, മിസ്വാക്കൊരിക്കലും സിവാക്കൊരിക്കലും നോമ്പിന് ഭംഗമോ അതിൻ്റെ പ്രതിഫലം അതിൽ കുറവ് വരുത്തലോ ഒന്നുമില്ല എന്ന് പറഞ്ഞത്. ഫുഖഹാക്കളിൽ ചിലർ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ആ പക്ഷക്കാരാണ്. പകലിൻ്റെ രണ്ടാം പകുതിയായിട്ടുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് പകലിൻ്റെ അവസാനത്തിലൊക്കെ മിസ്വാക്ക് ചെയ്യുന്നതിനെ കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം പ്രബലമല്ലെങ്കിലും അവരുടെ തെളിവ് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഖലൂഫു ഫമി സ്വായിം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നോമ്പുകാരൻ്റെ വായക്ക് വരുന്ന മണപ്പകർച്ച അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ പരിമളമാണ് എന്ന്. നോമ്പുകാരൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ഒക്കെ വായക്ക് വരുന്ന സ്വാഭാവിക മണപ്പകർച്ച അത് അള്ളാഹുവിങ്കൽ കസ്തൂരിയേക്കാൾ നറുമണം എന്ന് പറയുമ്പോൾ ഈ മണപ്പകർച്ച മിസ്വാക്ക് ചെയ്താൽ അത് നഷ്ടാകും. ആ മണപ്പകർച്ച ഒരാൾക്ക് നന്മയാണ് എന്ന് മനസ്സിലാക്കിയാണ് ദന്തശുദ്ധി വരുത്തുന്നതിന് മിസ്വാക്ക് ചെയ്യുന്നതിന് ചില ഫുഖഹാക്കൾ കറാഹത്താണെന്ന് പറഞ്ഞത്. പക്ഷേ ആ ഒരു നിരീക്ഷണത്തെ ഫുഖഹാക്കൾ നിരൂപിച്ചു. എന്താ പറഞ്ഞത്? ഇമാം അബുൽ വലീദ് അൽ ബാജി, അദ്ദേഹം മാലിക്കി മദ്ഹബിൽ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അബുൽ വലീദ് ഉൽ ബാജി സുലൈമാൻ ഇബ്നു ഖലഫ് സ്പെയിനിൽ ഒരു കാലത്ത് വിശ്രുതനായ മഹാപണ്ഡിതനാണ്. അബുൽ വലീദ് ഉൽ ബാജി പറയുന്നത്, നോമ്പുകാരൻ്റെ വായക്ക് വരുന്ന ഖലൂഫ് മണപ്പകർച്ച എന്ന് പറഞ്ഞാൽ
അതൊരിക്കലും ദന്തശുദ്ധി വരുത്തിയാൽ പോകുന്നതല്ല. കാരണം ഈ ഖലൂഫ് അത് പല്ല് വൃത്തിയാക്കാതിരുന്നാൽ, നാവ് വൃത്തിയാകാതിരിക്കുന്നാൽ വരുന്ന ദുർഗന്ധമല്ല. ഖലൂഫ് എന്ന് പറഞ്ഞാൽ കുറേ സമയം ഭക്ഷണം കഴിക്കാതിരുന്നാൽ, വെള്ളം കുടിക്കാതിരുന്നാൽ ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന മണപ്പകർച്ചയാണ്. അതും വായയുമായിട്ടൊരു ബന്ധമല്ല. ഒരിക്കലും ദന്തശുദ്ധി വരുത്തിയാൽ ഈ ഖലൂഫിനെ, ഈ ഉള്ളിൽ നിന്ന് വരുന്ന മണപ്പകർച്ചയെ പോക്കാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യലും ഈ മണപ്പകർച്ചയെ അകറ്റുന്ന വിഷയവും രണ്ടും വേറെയാണ്. അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യൽ നോമ്പുകാരന് സുന്നത്താണ്. ഇതാണ് അബുൽ വലീദുൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തെ വിശദീകരിച്ചുണർത്തിയത്. ഞാൻ ഈ മസാല പറയാനല്ല ഈ വിഷയം കൊണ്ടുവന്നത്. തഖ്വയുടെ സാക്ഷാത്കാരം, അതാണ് നോമ്പിൻ്റെ ഉദ്ദേശം. ചിലർ നോമ്പിൻ്റെ വിഷയങ്ങളിൽ ഇത്തരം നോമ്പ് മുറിക്കും എന്ന് വിചാരിച്ച് ഇത്തരം കാര്യങ്ങൾ മിസ്വാക്ക് പോലും ചെയ്യില്ല. മിസ്വാക്ക് ചെയ്യുന്നതിനെ പോലും ചിലർ എതിർക്കും. ഇതിലൊക്കെ കണിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നോമ്പുകാരന് ഉണ്ടാകേണ്ട ഗുണം സ്വഭാവ സംബന്ധമായി, ജീവിതത്തിലെ സൂക്ഷ്മതയുമായി, ഭക്തിയും തഖ്വയുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടാകേണ്ടത് പലപ്പോഴും പലരിലും കാണപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിയമമാക്കിയത്, നിർബന്ധമാക്കിയത് തഖ്വയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി. എന്തിനാണ് തഖ്വ? അത് തഖ്വയുടെ നിർവചനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തഖ്വയെ നിർവചിച്ചത് ഏറെ വിശ്രുതമാണ്, അത് സൂക്ഷ്മവുമാണ്. എന്താ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? തഖ്വ എന്നാൽ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിർവചനം. അൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള പേടി, അതാണ് തഖ്വ. അൽ ജലീലായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള, അൽ ജലീൽ എന്ന് പറഞ്ഞാൽ മഹത്വമുടയവൻ, ഗാംഭീര്യം മുറ്റിയവൻ, അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണല്ലോ. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, ഖൗഫ്, അതാണ് തഖ്വ. പിന്നെ വൽ അമലു ബി തൻസീൽ, തൻസീൽ കൊണ്ടുള്ള അമൽ, വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, അതാണ് തൻസീൽ. അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വഹി, ബോധനം, അതനുസരിച്ച് നമ്മൾ അമലെടുക്കുക, കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറച്ചാണെങ്കിലും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മനപ്പൊരുത്തത്തിൽ ജീവിക്കുക. പിന്നെ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യൗമുർ റഹീലിന് വേണ്ടി തയ്യാറാവുക. യൗമുർ റഹീൽ യാത്രാദിനാണ്. ഏതാണ് ഈ യാത്രാദിനം? നമ്മളുടെ മരണദിനം. മരണം വരിച്ച് മരണത്തേരിലേറി നമ്മൾ ഈ ദുനിയാവിനോട് പടിയിറങ്ങുന്ന, ഇവിടെ നിന്ന് യാത്രയാകുന്ന ദിവസത്തേക്ക് വേണ്ടിയുള്ള ഇസ്തിഅദാദ്, ഒരുക്കം, ഇതാണ് തഖ്വ എന്നാണ് പറഞ്ഞത്. ഇതിൽ ആദ്യം പറഞ്ഞത് അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവെക്കുറിച്ചുള്ള ഖൗഫ്, പേടി, അതാണ് തഖ്വ സമ്മാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നീട് പറയപ്പെട്ടതൊക്കെ ഇതിനെ തുടർന്നുള്ള വിഷയങ്ങളാണ്. അള്ളാഹുവിനെ പേടിച്ചാൽ ആ പേടി നമ്മളുടെ ജീവിതത്തെ സന്തുലിതമാക്കും, നമ്മളെ പുണ്യങ്ങളിൽ ആളുകളാക്കും, പാപങ്ങളിൽ നിന്ന് നമ്മളെ
തിരികെ വിളിക്കും. വിശുദ്ധ ഖുർആനിൽ 124 തവണ ഖൗഫ് പരാമൃഷ്ടമായിട്ടുണ്ട്. അതിൽ ഖൗഫ് എന്ന് 21 തവണയും 103 തവണ ഖൗഫ് എന്ന ക്രിയാധാതുവിൽ നിന്ന് വ്യുൽപ്പന്നമായ യഖാഫൂൻ, ഖാഫു ഇങ്ങനെയുള്ള ഖാഫ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുമാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്നുള്ള ഖാഫ. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം എന്ന് പറഞ്ഞില്ലേ, യഖാഫൂൻ. ഇങ്ങനെ ഖൗഫിൻ്റെ വ്യുൽപ്പന്നങ്ങൾ അത് 101 തവണ 23 തവണ ഖൗഫ് എന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചു. അള്ളാഹുവിനെ ഭയക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത, അതിൻ്റെ പ്രാധാന്യം ഈ പദം ഇങ്ങനെ പ്രയോഗിച്ചതിൽ, ഇത്രയധികം പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹുവിനെ നമ്മൾ പേടിച്ചാൽ അള്ളാഹു കൽപ്പിച്ചിടത്ത് നമ്മളുണ്ടാകും, അള്ളാഹു വിരോധിച്ചിടത്ത് നമ്മൾ വിട്ടകലുകയും അതിൽ നമ്മൾ വിരക്തരാകുകയും ചെയ്യും. ഞാൻ പലപ്പോഴും ഈ വിഷയത്തിൽ ഉണർത്താറുള്ള ഒരു ചരിത്രമാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയിൽ ഒരു ആട്ടിടയനുമായി സന്ധിച്ച ചരിത്രം. ഒരു ഇടയൻ മരുപ്പറമ്പിൻ്റെ വിജനതയിൽ ആട്ടിൻ പറ്റവുമായി കാലം കഴിക്കുകയാണ്. അങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഇടയനുമായി മരുഭൂമിയിൽ സന്ധിക്കുന്നത്. ഈ സംഭവത്തിന് സാക്ഷിയായ, ഇത് ഉദ്ധരിക്കുന്ന സെയ്ദ് ബിൻ അസ്ലം പറയുന്നത്, ഇടയനെ കണ്ടപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഹൽ ഇൻദക മിൻ ജസ്റത്തിൻ, നിങ്ങളുടെ അടുക്കൽ ഒരു ജസ്റത്ത് ഉണ്ടോ എന്നാണ്. ജസ്റത്ത് എന്ന് പറഞ്ഞാൽ കശാപ്പിന്, അറവിന് യോഗ്യമായ പാകമായ ആടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉടനെ ഇടയൻ ലൈസ ഹാഹുന റബ്ബുഹ എന്നാണ് പ്രതികരിച്ചത്. ഇവിടെ ഈ ആടുകളുടെ യജമാനൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ആടിനെ തരാതിൻ്റെ ഉടമസ്ഥതയുള്ള ആടല്ല, ഞാനിതിൻ്റെ ഉടമസ്ഥനല്ല, ഉടമസ്ഥൻ വേറെയാണ്, ഞാൻ തൊഴിലാളിയാണ്. ഇതിൽ നിന്നൊന്നിനെ അറക്കാൻ പിടിച്ചു തരാൻ പറ്റൂല, കാരണം ഇതിൻ്റെ ഉടമ സ്ഥലത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, കുല്ലഹു അകലഹ ദിബ്, യജമാനം വരുമ്പോൾ ചെന്നായ തിന്നു എന്ന് പറഞ്ഞാൽ മതി, ഒരാടിനെ തരാൻ പറയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് ആടിനെ കിട്ടാനും അറുക്കാനും തിന്നാനും വേണ്ടിയിട്ടല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനൊക്കെ എത്രയോ ആടുകൾ അറുത്ത് തിന്നാൻ വകുപ്പുള്ള മഹാനാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ ഇടയൻ്റെ ആശയമെന്ത്, ആദർശമെന്ത് എന്നറിയാൻ ഒരന്വേഷണമാണ്. അപ്പോൾ യജമാനം വരുമ്പോൾ ചെന്നായി തിന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് ഇബ്നു ഉമർ പറഞ്ഞു കൊടുത്തപ്പോൾ ഇടയൻ പറയുകയാണ്, അദ്ദേഹം മാനത്തിന് നേരെ കണ്ണ് നട്ടു, ആകാശത്തേക്ക് നോക്കി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഅൈനല്ലാ, ഫഅൈനല്ലാ. യജമാനോട് ആടിനെ ചെന്നായി തിന്നു എന്ന് പറയാം, പക്ഷേ അള്ളാഹിനോട് എന്ത് പറയും? അപ്പോൾ അള്ളാഹു എവിടെ? അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറി, അറിവിൽ നിന്ന് തെന്നി ചെയ്യാൻ പറ്റുമോ? അള്ളാഹു എവിടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് നനഞ്ഞു, ശബ്ദം ഇടറി. ഇബ്നു ഉമർ മാനത്തേക്ക് നോക്കി പറഞ്ഞത്, അന അഹഖു അൻ അഖൂൽ ഫഅൈനല്ലാ, താങ്കളല്ല അള്ളാഹു എവിടെ എന്ന് ചോദിക്കാൻ ഏറ്റവും അർഹൻ ഞാനാണ്. ഫഅൈനല്ലാ എന്ന് ഇബ്നു ഉമർ ചോദിച്ചു, അള്ളാഹു എവിടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ചെയ്തത്, ഈ ഇടയൻ്റെ സയ്യിദിലേക്ക് ആളെ പറഞ്ഞയച്ചിട്ട് അയാളെ വരുത്തി ഈ ഇടയനെ മോചിപ്പിച്ചു. ഈ ആട്ടിൻ പറ്റങ്ങളെ മുഴുവൻ വിലക്ക് വാങ്ങി. എന്നിട്ട് ഈ മോചിപ്പിക്കപ്പെട്ട ഈ അടിമക്ക് ഈ ആട്ടിൻ പറ്റത്തെ സമ്മാനിച്ച് ഇബ്നു ഉമർ അവിടെ നിന്ന് മടങ്ങി എന്നുള്ളതാണ് സെയ്ദ് ബിൻ അസ്ലം നിവേദനം ചെയ്യുന്നത്.
ഈ അടിമയുടെ പേടി, ആരെക്കുറിച്ചുള്ള പേടി? അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി. ആ പേടിയാണ് തഖ്വ നമ്മളിൽ ജനിപ്പിക്കേണ്ടത്, നമ്മളിൽ ഉണർത്തേണ്ടത്. ആ പേടി നമ്മുടെ ഹൃദയത്തിൽ ശരിയായ അളവിലുണ്ടായാൽ, നമ്മുടെ നോമ്പ് അത് നമ്മളിൽ ഉണ്ടാക്കിയാൽ, ഉണർത്തിയാൽ, നോമ്പിനാൽ സാഫല്യം കണ്ടവരായി നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയെ പഠിപ്പിച്ചപ്പോൾ തഖ്വ ഹൃദയത്തിൻ്റെ കർമ്മമായിട്ടാണ് പഠിപ്പിച്ചത്. അത്തഖ്വ ഹാഹുന എന്നാണ് പറഞ്ഞത്, നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് ഇവിടെയാണ് തഖ്വ എന്ന്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, ഖൽബിൻ്റെ തഖ്വയിൽപ്പെട്ടതാണത് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ, ബഹുമാനിക്കൽ, അത് തഖ്വൽ ഖുലൂബ് എന്നാണ്, ഖൽബുകളുടെ തഖ്വ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തഖ്വ ഇവിടെ, തഖ്വ ഖൽബിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത്തഖ്വ ഹാഹുന എന്നാണ് പറഞ്ഞത്. അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യഖ്ദുലുഹു വലാ യഹ്ഖിറുഹു. അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന എന്ന് ആവർത്തിച്ചു പറഞ്ഞു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നിസ്സാരവൽക്കരിക്കൂല, നിന്ദിക്കുകയില്ല, മോശക്കാരനാക്കുകയില്ല. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ഇന്ന് പലപ്പോഴും ചിലരുടെ താടി കണ്ടിട്ട് നല്ല തഖ്വയുള്ള ആളാണെന്ന് പറയാം. ചിലരുടെ വസ്ത്രം അത് വിരക്തമായി കാണപ്പെട്ടാൽ തഖ്വയുള്ളവൻ എന്നാണ് പറയുക. ആരുടെയും മുഖത്തോ ആരുടെയും വസ്ത്രവിധാനങ്ങളിലോ താടിയിലോ വേഷത്തിലോ തഖ്വ നിശ്ചയിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. തഖ്വയുടെ പ്രതിഫലനം താടിയിൽ വരും, അത് വസ്ത്രത്തിലുണ്ടാകും. പക്ഷെ ആരെയും തഖ്വയുള്ളവനാണെന്നോ തഖ്വ ഇല്ലാത്തവനാണെന്നോ വേഷഭൂഷാദികൾ കൊണ്ടോ വാക്കുവൈഭവം കൊണ്ടോ സംസാരം കണ്ടോ ഈ അതര വ്യായാമം കണ്ടോ വിധിക്കപ്പെടാവതല്ല. തഖ്വ അത് കാണപ്പെടില്ല, അത് കേൾക്കപ്പെടില്ല, പിന്നെയോ അത് മനസ്സിലാണ്. അത് യഥാവിധം മനസ്സിൽ സന്നിവേശിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരക്കാർ ഇടയനെ പോലെ വർത്തിക്കും. ആൾക്കൂട്ടത്തിലാണെങ്കിലും ആളൊഴിഞ്ഞിടത്താണെങ്കിലും പടച്ചോൻ പറഞ്ഞത് പ്രവർത്തിക്കും, പടച്ചോൻ വിലക്കിയതിൽ നിന്ന് വിട്ടകലും. അവൻ്റെ കണ്ണ് നിയന്ത്രിതമായിരിക്കും, കാത് നിയന്ത്രിതമായിരിക്കും, നാക്ക് നിയന്ത്രിതമായിരിക്കും, മനസ്സ് നിയന്ത്രിതമായിരിക്കും എന്നുള്ളതാണ്. അബ്ദുള്ള ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ ഉണ്ടായ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതെന്താ? അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നായിമൻ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഫവജദ തംറതൻ തഹ്ത ജംബിഹി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാരക്ക കണ്ടു. തഹ്ത ജംബിഹി, തൻ്റെ പാർശ്വത്തിനടിയിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈഡ് ഭാഗത്തിനരികിൽ അടിയിൽ ഒരു കാരക്ക കണ്ടു. ഫഅഖദഹ വഅകലഹ, തൻ്റെ വിരിപ്പിൽ തൻ്റെ സൈഡിൽ ഒരു കാരക്ക കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഭക്ഷിച്ചു. എന്നിട്ട് വലം യനം തിൽക്കല്ലയില, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രി ഉറങ്ങിയില്ല. ഒരു കാരക്ക തിന്നിട്ട് ഉറങ്ങിയില്ല എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവിടുത്തെ ഭാര്യ ഉണ്ടാവുമല്ലോ. മഹദി നേരം പുലർന്നപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അരിഖ്തൽ ബാരിഹ, തിരുദൂതരെ, രാത്രി മുഴുവൻ നിങ്ങൾക്ക് ഉറക്കണ്ടായിരുന്നില്ലല്ലോ,
നിദ്രാവിഹീനനായി ഉറക്കമില്ലാതെ എന്തേ രാത്രി കഴിച്ചു കൂട്ടിയത്? ഭാര്യ ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത്, കാന ഇൻദന തംറും മിൻ തംരി സദഖതി, നമ്മുടെ വീട്ടിൽ സദഖയുടെ തമ്ര കാരക്ക അതുണ്ടായിരുന്നു. സദഖയുടെ തമ്ര എന്ന് പറഞ്ഞാൽ കാരക്ക എന്ന് പറഞ്ഞാൽ അത് നബി കുടുംബത്തിന് നിഷിദ്ധാണ്. സദഖ അത് നബി കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളങ്ങിയതാണ്. ആ കാരക്കയാണ് വീട്ടിലുണ്ടായിരുന്നത്. ഫഹശീതു അൻ തകൂന മിൻഹു, ഞാൻ തിന്ന കാരക്ക അത് ഈ സദക്കയുടെ കാരക്കയിൽ നിന്നാണോ എന്ന് ഞാൻ പേടിച്ചു, അതിനാലാണ് എനിക്ക് രാത്രി ഉറക്കം വരാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയോട് പറഞ്ഞു എന്നാണ്. ഇന്ന സദഖത ലാ തഹില്ലു ലി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് സദഖ അനുവദനീയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ വീട്ടിൽ തമ്രുകൾ കൊണ്ടുവന്ന് കൂട്ടി. സദക്കയുടെ തമ്രായിരുന്നു, കാരക്കയായിരുന്നു. അപ്പോൾ ഹസൻ ഹുസൈൻ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ ആ കാരക്കയിൽ നിന്നെടുത്ത് വായിലിട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ അടുക്കലേക്ക് വേഗം വന്നു. എന്നിട്ട് കിഹ് കിഹ് എന്ന് പറഞ്ഞ് തുപ്പാൻ പറഞ്ഞ് വായിൽ നിന്ന് അത് വെളിയിലേക്കിട്ട് കുട്ടികളിൽ നിന്ന്. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുത്തു, അമാ താരിഫ് അന്ന സദഖത ലാ തഹില്ലു ലി ആലി മുഹമ്മദി, സദഖ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് അനുവദനീയമാകില്ല എന്നത് നിനക്കറിയില്ലേ എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുത്തു എന്നാണ്. ഹസനോട് അല്ലെങ്കിൽ ഹുസൈനോട് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് വായിൽ നിന്ന് എടുത്തിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സദഖയുടെ വിഷയം. സദഖയും സകാത്തും അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, നബി കുടുംബം, അവർക്ക് പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉറക്കച്ചടവിൽ തൻ്റെ സൈഡിൽ കണ്ട ആ കാരക്ക തിന്നത് സദഖയുടേതാണോ എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കം മുഴുവൻ പോയി എന്നാണ്. രാത്രി ഉറങ്ങിയില്ല എന്നാണ്. ഭാര്യ മഹദി ചോദിക്കുകയാണ്, അരിഖ്തൽ ബാരിഹ, രാത്രി മുഴുവൻ നിങ്ങൾ ഉറക്കം വിളച്ചാണല്ലോ കിടന്നത്, കഴിച്ചു കൂട്ടിയത്. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് പ്രശ്നം തീർത്തു എന്നുള്ളതാണ്. ഈ ഒരു സൂക്ഷ്മത, ഈ ഒരു പേടി, ഇതാണ് തഖ്വ സമ്മാനിക്കുന്നത്. തഖ്വയാൽ സാക്ഷാത്കൃതമാകേണ്ടത്. ഇങ്ങനെയുള്ള ഒരു തഖ്വ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വസിയ്യത്ത് ചെയ്തത്. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വ ഇയ്യാക്കും അനിത്തഖുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവ്വകാലത്തുള്ളവരോടും പിൽക്കാലക്കാരോടുമൊക്കെ വസിയ്യത്ത് ചെയ്തതാണ് അനിത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന്. അല്ലാഹു ഇബാദത്തുകളെ നിശ്ചയിച്ചത് ഈ തഖ്വയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. ഈ തഖ്വ സാക്ഷാത്കൃതമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് പടച്ച റബ്ബിനെക്കുറിച്ചുള്ള പേടി. അത് നന്നായി ജീവിതത്തിൽ നിഴലിക്കുമെന്നുള്ളത്. ആ പേടിയുണ്ടോ, പടച്ചോൻ കൽപ്പിച്ചത് ചെയ്യും. ആ പേടിയുണ്ടോ, പടച്ചോൻ വിരോധിച്ചതിൽ നിന്ന് വിട്ടകലുകയും ചെയ്യും. ആ തഖ്വയുണ്ടോ, അവർക്കാണ് അള്ളാൻ്റെ ഹുബ്ബ് വന്നു ഭവിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ വല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ എന്നൊക്കെയല്ലേ. മുത്തഖീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവരോടൊപ്പമാണ് അള്ളാഹു. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, തഖ്വയുള്ളവരോടൊപ്പമാണ് അള്ളാഹു. അവരെ സഹായിച്ചും അവരെ കനിഞ്ഞും അവരെ കാത്തും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. തഖ്വയുണ്ടോ,
അവർക്ക് പോം വഴികളെ അള്ളാഹു നിശ്ചയിക്കും. ഇടുസതയിൽ, കുടുസതയിൽ, പിരിമുറുക്കത്തിൽ, തിരിയാനും മറിയാനും കഴിയാത്ത വിധം ഇടുസായ അവസ്ഥയിലൊക്കെയാണോ തഖ്വയുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മോക്ഷവും മോചനവും കനിയും എന്ന അള്ളാഹിൻ്റെ വാഗ്ദാനാണ്. നിനക്കാത്ത രീതിയിൽ ഉപജീവനത്തെ അള്ളാഹു വിശാലമാക്കും, വിപുലപ്പെടുത്തും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. തഖ്വയുണ്ടോ അള്ളാഹു കാര്യങ്ങൾക്കൊക്കെ എളുപ്പം, കനിയും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ തഖ്വയുള്ളവരാകാനാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. തഖ്വ നമ്മളിൽ ഉണ്ടോ അതിൻ്റെ ലക്ഷണമാണ് പടച്ചോനെ പേടിച്ച് ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖികളാണ് എങ്കിൽ അതിനാൽ ധാരാളം അനുഗ്രഹങ്ങളാണ് നമുക്ക് സുവിശേഷമായി അറിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഉത്ബുദ്ധരാകണം, ഇതിലൊക്കെ ബോധവാന്മാരാകണമെന്നാണ് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്ക് മുതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ജോലിയില്ലാത്തവർക്ക് ഹലാലായ നല്ല ജോലി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, ഇരുലോകത്തും നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമയേറ്റി നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മവാപ്പന്മാരിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട് മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും അവരെത്തിപ്പെട്ട കബറിടങ്ങളിൽ അള്ളാഹു വിശാലമാക്കുമാറാവട്ടെ. മാതാപിതാക്കളും മക്കളുമായി അവരെയും നമ്മളെയും ഈ ദുനിയാവിൽ അള്ളാഹു കണ്ണി ചേർത്തതുപോലെ അവരോടൊത്ത് സ്വർഗത്തിലും കണ്ണി ചേരാൻ അള്ളാഹു നമ്മളെയും അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പലവിധ വിഷമതകളിൽ കഴിയുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ മക്കൾ അള്ളാഹു അവരുടെ വിഷമതകളെ ദൂരീകരിക്കുമാറാവട്ടെ. പ്രയാസങ്ങളെ അവരെ തൊട്ട് ഉയർത്തുമാറാവട്ടെ. അവരുടെ പട്ടിണി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുമാറാവട്ടെ. അവരുടെ നഗ്നതകളെ അള്ളാഹു മറക്കുമാറാവട്ടെ. അവരുടെ പേടിക്കപ്പുറം അവർക്ക് അള്ളാഹു നിർഭയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم احفظ لي هذه البلاد أمنها ورجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.